ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ നെത്തോലി റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നെത്തോലി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നെത്തോലി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണല്ലേ നെത്തോലി പീര. അപ്പം അതുപോലെ തേങ്ങയ്ക്ക് വെച്ച് ചെയ്യുന്ന ഒരു റോസ്റ്റാണ്. അപ്പം നമുക്ക് ഇത് നെത്തോലി എന്നല്ല, വേറെ ഏത് ഫിഷ് ഉണ്ടെങ്കിലും അത് ഇതുപോലെ ഈ ഒരു മസാലയൊക്കെ യൂസ് ചെയ്തിട്ട് വെച്ച് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നെത്തോലിക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ്. അതാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. പിന്നെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയ ഒരു ഫിഷും കൂടെയാണല്ലേ നെത്തോലി. അപ്പം ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ഐറ്റംസാണ് ഇതെല്ലാം. അപ്പം ഞാനിവിടെ 1/2 തക്കാളി, 1/2 ഉള്ളി, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ കറിവേപ്പില, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുത്ത സെയിം പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആ പാനിൽ ആവശ്യത്തിന് ഓയിലുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നെത്തോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. നല്ലൊരു സ്മെല്ലോട്ടോ ഈ ഒരു സമയത്ത് വരിക. അപ്പം ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെത്തോലി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് പൊടിഞ്ഞു പോവാതെ പതുക്കെ നമ്മൾ ഈ മസാലയും ഫിഷും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ പതുക്കെ നെത്തോലി മസാലയും കൂടെ മിക്സ് ചെയ്തു. നമ്മളുടെ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ പീരയും കറിയും ഫ്രൈയും ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ് മസാലയ്ക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.